കേട്ടിട്ടുണ്ടോ? എന്നാൽ ഈ കഥ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. തരുൺ സാധാരണ നിലവാരമുള്ള തന്റെ മാതാപിതാക്കളെ കഷ്ടിച്ചു മാത്രം തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു കുട്ടിയായിരുന്നു. കുടുംബത്തിലും കൂട്ടത്തിലും കൊള്ളാത്തവനായിട്ടായിരുന്നു അവൻ സ്വയം കരുതിയിരുന്നത്. എങ്കിലും വലിയൊരു കായിക താരത്തിന് വേണ്ട കഴിവുകൾ കൊണ്ട് അവൻ അനുഗ്രഹീതനായിരുന്നു. അവൻ മികച്ചൊരു ഓട്ടക്കാരനായിരുന്നു. രാത്രിയായാലും പകലായാലും അവൻ മണിക്കൂറുകളോളം ഓടുമായിരുന്നു. കടുത്ത ദുഃഖവും സങ്കടവും അനുഭവപ്പെടുമ്പോഴെല്ലാം അവൻ അതിനെ ഓട്ടം കൊണ്ടായിരുന്നു മറികടന്നിരുന്നത്. അവൻ ഒരേ ഒരു സ്വപ്നമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഓട്ടക്കാരനായി മാറണം. പക്ഷേ തന്റെ സ്വപ്നം എങ്ങനെ പൂർത്തീകരിക്കുമെന്ന് അവൻ അറിയില്ലായിരുന്നു. വലിയൊരു ഓട്ടക്കാരനാവാൻ വേണ്ടി തന്നെ ഒരുപാട് പരിശീലനങ്ങൾ ആവശ്യമാണ്. അതിനു വേണ്ട തുക തന്റെ കുടുംബത്തിന്റെ പരിധിക്കപ്പുറമാണെന്നും അവൻ അറിയാമായിരുന്നു. ഒന്നാം പാദ വാർഷിക പരീക്ഷയിൽ അവൻ പരാജയപ്പെട്ടു. അച്ഛൻ അവനോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. കൂട്ടുകാർ കളിയാക്കുകയും ചെയ്തു. പതിവ് പോലെ അവൻ സങ്കടം തീർക്കാനായി മൈതാനത്ത് നിന്ന് ഓടാൻ തുടങ്ങി. അന്ന് സൂര്യൻ പതിവിലും താപത്തിൽ ജ്വലിച്ചിരുന്നു. എങ്കിലും ഒന്നിനും അവനെ തകർക്കാനായില്ല. ഒരു മണിക്കൂറിന്റെ ഓട്ടത്തിന് ശേഷം അവൻ ബെഞ്ചിലിരുന്ന് നല്ലോണം കിടക്കാൻ തുടങ്ങി. അപ്പോൾ അവനൊരു സ്വരം കേട്ടു. എന്താ കുഞ്ഞേ ഇത്? അവൻ തിരിഞ്ഞു നോക്കി. ഒരാൾ ഇരിക്കുന്നത് കണ്ടു. അവൻ സങ്കടത്തോടെ പറഞ്ഞു, ഞാൻ 2 വിഷയങ്ങൾക്ക് തോറ്റുപോയി. അദ്ദേഹം സഹതാപത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞേ, ജീവിതം കയറ്റവും ഇറക്കവും നിറഞ്ഞതാണ്. ഞാൻ രാംനായരൻ. അവൻ ചോദിച്ചു, 1960-ലെ 400 മീറ്റർ റേസിന് മെഡൽ നേടിയ അതേ രാംനായരനാണോ നിങ്ങൾ? അതെ, പെട്ടെന്നായിരുന്നു മറുപടി. തരുണിന്റെ കണ്ണുകൾ മിഴിച്ചുപോയി. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഓട്ടക്കാരൻ നീയാണ്, അദ്ദേഹം പറഞ്ഞു. നീ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഈ ഉത്സാഹം കെട്ടുപോവാതെ സൂക്ഷിക്കണം. നീ വല്ല പരിശീലന കേന്ദ്രത്തിലും ചേർന്നിട്ടുണ്ടോ? പരിശീലന കേന്ദ്രമോ? അതൊക്കെ ഒരുപാട് ചിലവ് വരുത്തും സാറേ. പോരാഞ്ഞ് ഞാനൊരു ദരിദ്രനായ കുട്ടിയുമല്ലേ. അവൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ നിന്നെ പരിശീലിപ്പിക്കാം. പക്ഷേ ഞാനൊരു വ്യവസ്ഥ വെക്കും. എന്താണ് ആ വ്യവസ്ഥ? അവൻ ചോദിച്ചു. ശിശുദിനത്തിൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു ഓട്ട മത്സരം നടക്കുന്നുണ്ട്. നീ അതിൽ വിജയിക്കണം. നിനക്കു ഞാൻ പരിശ്രമം നൽകാം. പിന്നീടുള്ള ദിവസങ്ങളിൽ പരിശ്രമങ്ങളായിരുന്നു. അങ്ങനെ നവംബർ 14-ന് അവൻ അമ്മയുടെ അനുഗ്രഹത്തോടെ മത്സരവേദിയിലെത്തി. ഏകദേശം 50ഓളം കുട്ടികളോടൊപ്പം അവൻ നെഞ്ചിടപ്പോടെ നിന്നു. അവൻ ഗാലറിയിലേക്ക് നോക്കി. അമ്മയെ കണ്ടപ്പോൾ അവന് ആത്മവിശ്വാസം കൂടി. വിസിൽ മുഴങ്ങി. എല്ലാവരും ഓടാൻ തുടങ്ങി. കൂട്ടത്തിൽ ഏറ്റവും വേഗത തരുണിനായിരുന്നു. പക്ഷേ ട്രാക്കിൽ എന്തോ ഒന്ന് തടഞ്ഞ് അവൻ വീണു. മറ്റു കുട്ടികൾ തന്നെ പിന്നിലാക്കി ഓടുന്നത് അവൻ വേദനയോടെ കണ്ടു. അവന് വിട്ടുകൊടുക്കാനായിരുന്നില്ല. ചാടി എഴുന്നേറ്റ് അവൻ ഏതാനും കുട്ടികളെ കൂടി പിന്നിലാക്കി ഓടാൻ തുടങ്ങി. നിർഭാഗ്യവശാൽ അവൻ രണ്ടാമതും വീണു കൊടുത്തു. അവൻ ഗാലറിയിലേക്ക് നോക്കി. അമ്മ എന്തോ പറയുന്നുണ്ട്. എഴുന്നേൽക്കൂ കുഞ്ഞെ, എഴുന്നേൽക്കൂ. അവൻ ചാടി എഴുന്നേറ്റ് ഏതാനും കുട്ടികളെ കൂടി പിന്നിലാക്കി ഓടാൻ തുടങ്ങി. ധൃതി പിടിച്ചതിനാൽ അവൻ മൂന്നാമതും വീണു. അവൻ തന്നെ മുഴുവൻ കരുത്തും എടുത്തോടാൻ തുടങ്ങി. അങ്ങനെ അവസാനമായി അവൻ അന്തിമരേഖ കടക്കുമ്പോൾ അവനെ അമ്പരിപ്പിച്ചുകൊണ്ടൊരു കരഘോഷം ഉയർന്നു. നിശ്ചയദാർഢ്യവും ഒരിക്കലും വിട്ടുകൊടുക്കാൻ കഴിയാത്ത ആ 12 വയസ്സുകാരന്റെ ധീരത കാണികൾ ആർത്തു വിളിച്ചു. അവൻ
തോറ്റുപോയി. അദ്ദേഹം പറഞ്ഞു, ഇല്ല കുഞ്ഞെ, എന്നെ സംബന്ധിച്ചിടത്തോളം നീയാണ് ഈ മത്സരത്തിലെ വിജയി. നാളെ മുതൽ നിന്റെ പരിശീലനം ഞാൻ ഏറ്റെടുക്കാം. അവന് തന്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. അവൻ അമ്മയെ നോക്കി. അമ്മ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല മകൻ. കൂട്ടുകാരെ, പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. നമസ്കാരം.